ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ വാർത്താ തരംഗിണി. മുതിർന്ന പൗരന്മാർക്കായുള്ള ഡിജിറ്റൽ സുരക്ഷ. കെണികൾ തിരിച്ചറിയാം, സുരക്ഷിതമായി ഇന്റർനെറ്റ് ഉപയോഗിക്കാം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് സ്മാർട്ട് ഫോണുകളും ഇന്റർനെറ്റും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. വിദേശത്തുള്ള മക്കളോട് വീഡിയോ കോൾ ചെയ്യാനും യൂട്യൂബിൽ പഴയ പാട്ടുകളും പ്രസംഗങ്ങളും കേൾക്കാനും പെൻഷൻ വിവരങ്ങളും അറിയാനുമെല്ലാം മുതിർന്ന പൗരന്മാർ ഇന്ന് വൻതോതിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. സാങ്കേതികവിദ്യ മുതിർന്നവരുടെ ജീവിതം എളുപ്പമാക്കുമ്പോഴും അവരെ ലക്ഷ്യമിട്ടുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും സൈബർ ചതിക്കുഴികളും വർദ്ധിച്ചുവരികയാണ്. മുതിർന്ന പൗരന്മാർ സൈബർ ലോകത്ത് സുരക്ഷിതരായിരിക്കാൻ കുറച്ച് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. മുതിർന്നവരുടെ നിഷ്കളങ്കതയും സാങ്കേതികവിദ്യയിലുള്ള പരിചയക്കുറവും മുതലെടുത്താണ് തട്ടിപ്പുകാർ അവരെ വലയിലാക്കുന്നത്. നിരവധി തരത്തിലുള്ള ഡിജിറ്റൽ തട്ടിപ്പുകൾ ഇന്ന് നിലവിലുണ്ട്. അവയിലൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ്. CBI, കസ്റ്റംസ് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഇമെയിൽ അയക്കുകയോ സ്കൈപ്പ് വഴിയോ വാട്സാപ്പ് വഴിയോ വീഡിയോ കോളിൽ വന്ന് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട കാരണം ഡിജിറ്റൽ അറസ്റ്റിലാണ് എന്ന് ഭയപ്പെടുത്തുന്നു. കേസ് ഒത്തുതീർപ്പാക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത്. നിയമപരമായി ഇന്ത്യയിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു രീതിയില്ല. പോലീസ് ആരെയും വീഡിയോ കോളിലിരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയോ പണം ആവശ്യപ്പെടുകയോ ചെയ്യില്ല. അത്തരം കോളുകൾ വന്നാൽ ഉടനടി ഫോൺ കട്ട് ചെയ്യുക. കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ അരുൺകുമാർ S. ഹലോ, ഇപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. ഞാൻ മുംബൈ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഞാൻ നിങ്ങളുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ നിങ്ങളുടെ സിം കാർഡ് ഭീകരവാദത്തിന് ഉപയോഗിക്കുന്നതായും നിങ്ങളുടെ സിം കാർഡ് ഉപയോഗിച്ച് മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നതായിട്ടും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങളിപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ സംഗതി ഒരു കേസായിട്ടോ അല്ലാതെയോ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. സെറ്റിൽമെന്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനായി നിങ്ങൾ 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഞങ്ങൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് സെറ്റിൽ ചെയ്യാൻ കഴിയും. അതുവരെ നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലായിരിക്കും. ഇങ്ങനെ ഒരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ ഉടനെ തന്നെ മനസ്സിലാക്കുക, ഇതൊരിക്കലും പോലീസിൽ നിന്നുള്ള ഫോൺ കോൾ അല്ല. പോലീസിനോ അല്ലെങ്കിൽ മറ്റൊരു ലോ ഏജൻസിക്കോ ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ചെയ്യാനാകില്ല. നിയമത്തിൽ ഒരിടത്തും തന്നെ നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തൊരു സാധനമാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഒരു അജ്ഞാതന്റെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോൺ കോൾ കേൾക്കുന്നത് കൂടി ഭയപ്പെട്ട് തങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം ഈ ക്രിമിനലുകൾക്ക് അയച്ചു കൊടുക്കുന്നതാണ് സാധാരണ കണ്ടുവരുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു അറസ്റ്റ് നിലവിലില്ല. അതിനെക്കുറിച്ച് ഭയപ്പെടാതിരിക്കുക. അങ്ങനെ ആരെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് നിങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പണം അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ 1930 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. മറ്റൊരു തരം ഡിജിറ്റൽ തട്ടിപ്പാണ് വ്യാജ ബാങ്ക് കോളുകളും OTP തട്ടിപ്പും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ATM കാർഡ് ബ്ലോക്കായി എന്ന് പറഞ്ഞോ KYC അപ്ഡേറ്റ് ചെയ്യാനെന്ന് പറഞ്ഞോ വ്യാജ കോളുകൾ വരുന്നു. തുടർന്ന് ഫോണിലേക്ക് വരുന്ന OTP ചോദിച്ച് മനസ്സിലാക്കി അക്കൗണ്ടിലെ പണം മുഴുവൻ കവർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ വൈദ്യുതി ബില്ലിന്റെ പേരിലോ വ്യാജ ലോട്ടറി ടിക്കറ്റിന്റെ പേരിലോ തട്ടിപ്പുകൾ നടക്കാം. നിങ്ങൾ കഴിഞ്ഞ മാസത്തെ KSEB ബിൽ അടച്ചിട്ടില്ല, ഇന്ന് രാത്രി ഫ്യൂസ് ഊരും എന്ന രീതിയിൽ SMS വരുന്നു. അതിനൊപ്പമുള്ള നമ്പറിൽ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ ചോർത്തുകയും ചെയ്യുന്നു. വൻതുക ലോട്ടറി അടിച്ചിട്ടുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന സന്ദേശങ്ങളും ഇത്തരത്തിലുള്ളതാണ്. നിരവധി മുതിർന്ന പൗരന്മാർ കബളിപ്പിക്കപ്പെടുന്ന മറ്റൊരു തട്ടിപ്പാണ് വ്യാജ നിക്ഷേപ പദ്ധതികൾ. കുറഞ്ഞ നാളുകൾ കൊണ്ട് പണം ഇരട്ടിയാക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയോ ഫേസ്ബുക്ക് വഴിയോ മുതിർന്നവരെ ആകർഷിക്കുന്നു. ട്രേഡിംഗ് ആപ്പുകൾ എന്ന വ്യാജേന പണം തട്ടിയെടുക്കുന്ന രീതിയാണിത്. ഡിജിറ്റൽ ലോകത്ത് പാലിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകളിലൂടെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് തടയാനാകും. കേരള പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ അരുൺകുമാർ S തുടരുന്നു. നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയോ ഓഡിയോയോ AI സഹായത്തോടു കൂടി അവർ അതിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും അത്യാവശ്യത്തിൽ പെട്ടു നിൽക്കുന്നതായിട്ടുള്ള ഒരു മെസ്സേജായി നമ്മളുടെ ഫോണിലേക്ക് അയക്കുകയാണ് സൈബർ ക്രിമിനലുകൾ നടത്തുന്ന ഏറ്റവും പുതിയ തട്ടിപ്പ്.
ഇത്തരമൊരു ഫോൺ കോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ, ഇത് ആക്സിഡന്റ് പറ്റിയെന്നിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സ് നഷ്ടപ്പെട്ടു റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ആണ്, അങ്ങോട്ടും പോകാൻ പറ്റാതെ ഒരു കാശുമില്ലാതിരിക്കുകയാണെന്ന് പറഞ്ഞ് ആരുടെ ഒരു നമ്പറിലേക്ക് പണം അയച്ച് സഹായിക്കണമെന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടുന്നു. സംശയിക്കേണ്ട ഒരു കാര്യവും നമുക്ക് തോന്നുന്നില്ല. കോൾ വരുന്നത് നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളിൻ്റെതാണ്. ഇത്തരം ഒരു അലർട്ട് അല്ലെങ്കിൽ ഒരു ത്രട്ടനിങ് മെസ്സേജ് വന്നാൽ മലയാളികളൊന്നും ആലോചിക്കുകയില്ല, ഉടനെ തന്നെ പറഞ്ഞ അക്കൗണ്ടിലേക്ക് പണം അയച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന കോൾ ആരുടേതായിക്കോട്ടെ, പണം അയക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കുക, പലതവണ വെരിഫൈ ചെയ്ത ശേഷം മാത്രം പണം അയക്കുക. ഈ വാട്സാപ്പ് കോളിലൂടെയാണ് നമുക്ക് പറ്റുന്ന രണ്ടാമത്തെ ചെടി. നമുക്ക് അജ്ഞാനിൽ നിന്ന് ലഭിക്കുന്ന വാട്സാപ്പ് കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മറുവശത്ത് പൂർണ്ണമായോ ഭാഗികമായോ നഗ്നനോ നഗ്നയോ ആയ ഒരാളുണ്ടായിരിക്കും. നിമിഷങ്ങൾക്കുള്ളിൽ അവർ നിങ്ങളുടെ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്ന ആളുടെയും മറുവശത്തുള്ള നഗ്നനായ പുരുഷന്റെയോ സ്ത്രീയുടെയും ചിത്രങ്ങൾ ചേർത്തുകൊണ്ടുള്ള സ്ക്രീൻ റെക്കോർഡിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഈ ചിത്രം കാണുമ്പോൾ തന്നെ അന്തം വിട്ടു നിൽക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം സംഭവിച്ചിരിക്കും. എന്നിട്ട് അവർ ഈ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. മാന്യതയെ കണക്കുകൂട്ടി ആരും ഇത് പുറത്തു പറയാൻ ശ്രമിക്കാറില്ല. പകരം സൈബർ ക്രിമിനലുകൾക്ക് പണം അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്തരം തട്ടിപ്പിൽ ഇരയാകാതിരിക്കാനായിട്ട് അപരിചിതരായ ആൾക്കാരുടെ വാട്സാപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യുകയായിരിക്കും. ഇനി അങ്ങനെ ഒരു തട്ടിപ്പുണ്ടായാൽ തന്നെ ഉടൻ തന്നെ www.cybercrime.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ 1930 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോഴും മുതിർന്ന പൗരന്മാർ ഉൾപ്പെടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ATM പിൻ, പാസ്വേഡ്, കാർഡിന് പിന്നിലെ 3 അക്ക CVV നമ്പർ, ഫോണിൽ വരുന്ന OTP എന്നിവ ആർക്കും കൈമാറരുത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനും ഫോണിലൂടെ ഇത്തരം രഹസ്യ വിവരങ്ങൾ നമ്മളോട് ചോദിക്കില്ല എന്നതാണ് വസ്തുത. അനാവശ്യ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. വാട്സപ്പിലോ SMS വഴിയോ വരുന്ന വലിയ സമ്മാനങ്ങൾ, സൗജന്യ റീചാർജ്, പെൻഷൻ തുക വർദ്ധിപ്പിച്ചു നൽകൽ തുടങ്ങിയ വാഗ്ദാനങ്ങളുള്ള ലിങ്കുകളിൽ തുടരുത്. ഇവ നിങ്ങളുടെ ഫോണിലെ വിവരങ്ങൾ ചോർത്താൻ കാരണമായേക്കാം. അപരിചിതമായ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുത്. കസ്റ്റമർ കെയറിൽ നിന്നെന്ന വ്യാജേന വിളിച്ച് ഫോണിൽ AnyDesk, ടീം വ്യൂവർ പോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം. ഈ ആപ്പുകൾ വഴി തട്ടിപ്പുകാർക്ക് നിങ്ങളുടെ ഫോണിന്റെ സ്ക്രീൻ പൂർണ്ണമായി കാണാൻ സാധിക്കും. വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഡിജിറ്റൽ സുരക്ഷയ്ക്കായി മുതിർന്ന പൗരന്മാരെ സഹായിക്കാൻ സാധിക്കും. മുതിർന്നവരുടെ ഡിജിറ്റൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മക്കൾക്കും പേരക്കുട്ടികൾക്കും വലിയ പങ്കുണ്ട്. മുതിർന്നവർ ഉപയോഗിക്കുന്ന ഫോണുകളിൽ ശക്തമായ സ്ക്രീൻ ലോക്കുകൾ സെറ്റ് ചെയ്യുക. ബാങ്കിംഗ് ആപ്പുകൾക്ക് 2 ഫാക്ടർ ഒതന്റിക്കേഷൻ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് നിർബന്ധമാക്കുക. പഞ്ചായത്തുകളും സ്കൂളുകളും കോളേജുകളും യുവവിജ്ഞാൻ, ഡിജി കേരളം പദ്ധതികൾ വഴി മുതിർന്നവർക്കായി പ്രത്യേക ഡിജിറ്റൽ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. ഇത്തരം സുരക്ഷാ ക്ലാസുകളിൽ പങ്കെടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ്. ഒപ്പം തുറന്ന ആശയവിനിമയം വീട്ടുകാർക്കിടയിൽ ആവശ്യമാണ്. ഫോണിൽ എന്തെങ്കിലും സംശയകരമായ സന്ദേശങ്ങളോ കോളുകളോ വന്നാൽ ഭയപ്പെടാതെ വീട്ടിലുള്ളവരോട് പറയാനുള്ള സാഹചര്യം എല്ലാ കുടുംബത്തിനും ഉണ്ടാകണം. ജെറിയാട്രീഷ്യനും പൊതുജനാരോഗ്യ വിദഗ്ധനും മാജിക്സ് NGOയുടെ ചെയർമാനുമായ ഡോക്ടർ പ്രവീൺ G. പായ്. നമ്മുടെ സാങ്കേതിക വിദ്യ മുന്നോട്ട് പായുന്ന വേഗതയും നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന വേഗതയും രണ്ടും തമ്മിൽ ഭയങ്കരമായ അന്തരമുണ്ട്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ ക്ലാസ്സുകൾ ധാരാളം നടത്തുന്നുണ്ട്. 1 ഡേ ക്ലാസ്, 2 ഡേ. നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് പഠിക്കാനും കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർക്കാനും ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് വേണ്ടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ഏജ് ഫ്രണ്ട്ലി സിറ്റിയുടെ ഭാഗമായിട്ട് വയോവിജ്ഞാൻ അല്ലെങ്കിൽ സ്മാർട്ട് സീനിയേഴ്സ് അങ്ങനത്തെ പദ്ധതികളൊക്കെ നടന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് സ്മാർട്ട് സീനിയേഴ്സ് പദ്ധതിയിൽ യങ്സ്റ്റേഴ്സാണ് വയോജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ക്ലാസ് എന്നുള്ള ഉപരി ഇത് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് പഠിക്കേണ്ട അത്യാവശ്യമുള്ള, പഠിക്കാതെ നിവൃത്തിയില്ലാത്ത ചില കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുകയും ഓൺലൈനായിട്ട് പഠിക്കാനുള്ള, അതായത് വീണ്ടും ഈ ക്ലാസ്സിൽ വന്നില്ലെങ്കിലും വീട്ടിലിരുന്ന് തന്നെ പഠിക്കാനുള്ള ആ ഒരു സംവിധാനം മനസ്സിലാക്കി കൊടുക്കുകയാണ് ഉദ്ദേശം. അപ്പോൾ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. സ്മാർട്ട് സീനിയേഴ്സ് എന്നാണ് ആ സീരീസിൻ്റെ. WHO ഏജ് ഫ്രണ്ട്ലി സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസിൻ്റെ ഒരു ഫോക്കൽ പോയിന്റ് ഭാഗമായിട്ട് നടത്തുന്ന ക്ലാസ്സുകളാണ്. സങ്കീർണമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മസ്തിഷ്കത്തിൻ്റെ ശേഷി അഥവാ ഒരു കോഗ്നിറ്റീവ് റിസർവ് ഇതും ക്രമേണ ക്ഷയിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കാൻ. ഈ 2 വക്രങ്ങൾ, ഒന്ന് കുതിച്ചുയരുന്ന സാങ്കേതിക വിദ്യ,
മറ്റൊന്ന് ക്ഷയിക്കുന്ന കോഗ്നിറ്റീവ് റിസർവ്. ഇവർ രണ്ടും വിപരീത ദിശകളിലാണ് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ ഫലം വെറും ആശയക്കുഴപ്പം മാത്രമല്ല, അപകട സാധ്യതയാണ്, ചൂഷണത്തിനുള്ള സാഹചര്യമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരള സർക്കാരിന്റെ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായി നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുതിർന്ന പൌരന്മാർക്കായി ഡിജിറ്റൽ സാക്ഷരതയും സുരക്ഷയും ഉറപ്പാക്കുന്ന പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരുന്നു. ബാങ്കിംഗ് ആപ്പുകൾ, KSEB ബില്ലുകൾ എന്നിവ സുരക്ഷിതമായി ഉപയോഗിക്കുന്നതിനൊപ്പം OTP തട്ടിപ്പുകൾ, വ്യാജ ലിങ്കുകൾ, QR കോഡ് ചതിക്കുഴികൾ എന്നിവയിൽ നിന്ന് രക്ഷ നേടാനും വയോജനങ്ങളെ പ്രാപ്തരാക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്തായ പുല്ലമ്പാറയിൽ നടപ്പിലാക്കിയ ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പറും പുല്ലമ്പാറ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ PV രാജേഷ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം. അതിനുപരിയായി ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് പുല്ലമ്പാറയാണ്. ഏറെ അഭിമാനകരമായ പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടം ഗ്രാമപഞ്ചായത്തിനും തുടർന്ന് സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിഞ്ഞത്. ഡിജി പുല്ലമ്പാറ എന്ന പേരിലാണ് ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനം നടത്തിയത്. പുതിയ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സാക്ഷരത ഏറ്റവും കുറവുള്ളത് വയോജനങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഈ പ്രവർത്തനം നടത്തിയപ്പോൾ വയോജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അപ്പോൾ ഒരു മൊബൈൽ ആൻഡ്രോയിഡ് ഫോൺ എങ്ങനെ പരമാവധി ഉപയോഗിക്കാൻ കഴിയും? വാട്സപ്പ്, അതുപോലെ തന്നെ ഒരു കോൾ വിളിക്കുക, എടുക്കുക, വാട്സപ്പിൽ തന്നെ വീഡിയോ കോൾ ചെയ്യുക, ഓഡിയോ കോൾ ചെയ്യുക, അതുപോലെ ഇമോജി, ഫോട്ടോസ്, വീഡിയോസൊക്കെ സെൻഡ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പിന്നെ യൂട്യൂബ്, അതുപോലെ FB, ഫേസ്ബുക്ക് ഒക്കെ ഒന്ന് പരിചയപ്പെടുക, അതിനെക്കുറിച്ച് പഠിക്കുക, ഓരോരുത്തരും സ്വായത്തമാക്കുക. അതായിരുന്നു ഞങ്ങൾ ഈ പ്രോജക്റ്റിലൂടെ നടപ്പിലാക്കിയത്. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയുവാനുള്ളത് ഇതിൽ വയോജനങ്ങളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചാണ്. 101 വയസ്സുള്ള കരുണാകര പണിക്കർ ആയിരുന്നു ഏറ്റവും പ്രായം കൂടിയ പഠിതാവ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയി. അദ്ദേഹം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വയോജനങ്ങൾക്കും ഇത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ പണമോ വ്യക്തിവിവരങ്ങളോ നഷ്ടമായാൽ പരിഭ്രാന്തരാകാതെ ഉടനടി പ്രതികരിക്കുക. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടന്ന ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന ഈ നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടാൽ തട്ടിപ്പുകാരുടെ അക്കൗണ്ടിലേക്ക് പോയ പണം ബാങ്ക് വഴി ഫ്രീസ് ചെയ്യാനും അത് തിരികെ ലഭിക്കാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുതിർന്ന പൌരന്മാർക്ക് എല്ലാത്തരം സുരക്ഷാ മാനസിക പിന്തുണയ്ക്കുമായി എൽഡർ ലൈൻ നമ്പറായ 14567 ബന്ധപ്പെടാനും സാധിക്കും. www.cybercrime.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴിയും പരാതികൾ രേഖപ്പെടുത്താം. സാങ്കേതികവിദ്യയെ ഭയപ്പെടേണ്ടതില്ല, മറിച്ച് കൃത്യമായ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത്. ഡിജിറ്റൽ ലോകം മുതിർന്ന പൌരന്മാർക്ക് നൽകുന്നത് വലിയ സൗകര്യങ്ങളാണ്. എന്നാൽ അതിനൊപ്പം ഒളിഞ്ഞിരിക്കുന്ന ഡിജിറ്റൽ ചതിക്കുഴികളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം അവർക്കുണ്ടാക്കിയെടുക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്കും മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണമായേക്കാം. സാങ്കേതിക വിദ്യയെ പേടിക്കേണ്ടതില്ല, മറിച്ച് ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. OTP, ബാങ്ക് വിവരങ്ങൾ എന്നിവ ആരോടും പങ്കുവയ്ക്കാതിരിക്കാനും സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാനും മുതിർന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മുതിർന്ന പൌരന്മാർക്ക് സുരക്ഷിതമായ ഒരു ഡിജിറ്റൽ അന്തരീക്ഷം ഒരുക്കാൻ കുടുംബാംഗങ്ങളും പോലീസും സന്നദ്ധ സംഘടനകളും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട്. സൈബർ തട്ടിപ്പിന് ഇരയായാൽ ഒട്ടും സമയം കളയാതെ 1930 എന്ന നമ്പറിലോ നാഷണൽ സൈബർ ക്രൈം പോർട്ടലിലോ ഉടനടി പരാതി രജിസ്റ്റർ ചെയ്യാൻ മടിക്കരുത്. ജാഗ്രതയാണ് ഏറ്റവും മികച്ച സുരക്ഷ. സുരക്ഷിതമായി ഡിജിറ്റൽ ലോകം ആസ്വദിക്കാൻ നമുക്ക് മുതിർന്നവർക്കൊപ്പം നിൽക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.